നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ഇതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമ്പോഴും രാജ്യത്തെ ഇന്ധനവിലയിൽ കാര്യമായ മാറ്റം വരുത്താത്തതിൽ രാജ്യസഭയിൽ പ്രതിഷേധമുയർന്നു. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയുടെ ഇടിവ് തുടരുകയാണ്. പുതുക്കിയ വില പ്രകാരം ക്രൂഡ് ഓയിൽ വില ബാരലിന് $35 ഇടിഞ്ഞു. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നതിനനുസരിച്ച് രാജ്യത്ത് എണ്ണവിലയിൽ കാര്യമായ ചലനം ഉണ്ടാകുന്നില്ല. വിഷയമെന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. In May last year, in Delhi at 71 and diesel at 63, when the international price was $110. Today the international price is 35, and at 65 you are selling the petrol. You are profiteering. ക്രൂഡ് ഓയിൽ വില കുറയുന്നതിനനുസരിച്ച് സാധാരണ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്നില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് വ്യക്തമാക്കി. എന്നാൽ വിലയുടെ വിലയോടുള്ള നേട്ടം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നായിരുന്നു ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ മറുപടി. 0.52% on petrol and 20% 0.89 on diesel. അതിനിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ഡീസലിന് ₹1.17 പെട്രോൾ തീരുവ 30 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. കെ രാഗേഷ് MP ദില്ലി സ്റ്റുഡിയോയിൽ, വി രാജേഷിനെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ പ്രേക്ഷകർക്കും ടെലിഫോണിലൂടെ ഈ ചർച്ചയിൽ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. ആദ്യം കെ രാഗേഷ്, കേന്ദ്രത്തിനുമൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും അധിക വരുമാനം കൊണ്ട് കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. രാജ്യത്തിൻ്റെ പുതിയ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ വില നിലനിർത്തുന്നത് എന്ന സർക്കാരിൻ്റെ വാദം എന്തുകൊണ്ടാണ് സ്വീകാര്യമല്ലാത്തത്? രണ്ട് വിധത്തിലാണിത്. ഒന്ന്, എണ്ണ കമ്പനികൾക്ക് രാജ്യത്തെ ജനങ്ങളെ ആകെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്താവട്ടെ എണ്ണ വിൽപ്പനയുടെ പേരിൽ പെട്രോളിയം മേഖലയിൽ നിന്ന് വൻതോതിലുള്ള കൊള്ളയാണ് കേന്ദ്ര സർക്കാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിലുള്ള കൊള്ളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് പെട്രോളിയം മേഖലയുടെ വില നിയന്ത്രണം ഒഴിവാക്കിയിരുന്നത്. അന്ന് 2010 ഒരു ബാരൽ ക്രൂഡ് ഓയിൽ $248 ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ 48 രൂപയായിരുന്നു, 43 രൂപയായിരുന്നു 1 ലിറ്റർ പെട്രോളിനുണ്ടായിരുന്നത്. പിന്നീട് UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ വില നിയന്ത്രണം ഒഴിവാക്കിയതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില വൻതോതിൽ കുറഞ്ഞു. ഏതാണ്ട് $100 വരെയായി അത് ചുരുങ്ങി. അങ്ങനെ ചുരുങ്ങിയപ്പോൾ പെട്രോളിൻ്റെ വില കുറയുകയല്ല ചെയ്തത്, അത് 70 രൂപയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിലാണ് NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അവർ പറഞ്ഞെന്താ, അച്ഛാ ദിൻ ആനേ വാലാ ഹേ, നല്ല നാളുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്, നല്ല നാളുകൾ വരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന UPA ഗവൺമെൻറ് നേരത്തെ UPA ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങൾ അതേപടി അതിനേക്കാൾ ശക്തമായ വിധത്തിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് താങ്കളുടെ ആ കാര്യത്തിലുള്ള പ്രാഥമികമായ അഭിപ്രായം. രാകേഷ്, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീമതി മേരി ജോർജ്, വലിയ തോതിൽ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ വിൽപ്പന വിലയേക്കാൾ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ നികുതി ഈടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റാണ് ഇവിടെ ഇന്ധനം അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അതിൻ്റെ വില അങ്ങനെ തന്നെ നിലനിർത്തി അതിൽ നിന്ന് ഓരോ ദിവസവും കൂടുതൽ കിട്ടുന്ന പണം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തേണ്ട അടിയന്തര സാഹചര്യം സർക്കാരിന് മുൻപിലുണ്ട്. മറ്റേതെങ്കിലും മേഖലയിൽ നിന്നുള്ള നികുതി വരുമാനമോ മറ്റു വികസന പദ്ധതികളോ നിക്ഷേപ പരിപാടികളോ ഒന്നും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയാത്തതിൻ്റെ സാമ്പത്തിക സന്നിഗ്ധാവസ്ഥയിലുണ്ട് സർക്കാർ. അതുകൊണ്ടാണ് ഇത് കുറയ്ക്കാൻ കഴിയാത്തത് എന്ന വാദം ശരിയാണോ? ഈ വാദം പൂർണ്ണമായി ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിൽ കുറച്ച് സത്യമുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ $115 ആയിരുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില. അന്നുണ്ടായിരുന്ന വിലയും അതായത് ഇപ്പോൾ $34 ആയിട്ട് ഒരു ബാരലിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ. പക്ഷേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇളവ് 15% താഴെയുള്ള ഇളവ് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് നാളിതുവരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതായത് ക്രൂഡ് ഓയിലുണ്ടായ അന്താരാഷ്ട്ര വിലയിലുണ്ടായ മാറ്റത്തിന് ആനുപാതികമായോ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടെങ്കിലുമോ
ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ പ്രൈസസിലെ വില കുറച്ച് കിട്ടിയിട്ടില്ല, പ്രയോജനം കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പകർത്തിയ ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. 2014-15 1,70,000 കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് പെട്രോളിയം മേഖലയിൽ നിന്ന് വിവിധ തരത്തിലുള്ള അതായത് ഡ്യൂട്ടി ആയിട്ട്, സെസ് ആയിട്ട് ഒക്കെ കിട്ടിയത്, ഡിവിഡൻഡ്, അങ്ങനെ പല രീതിയിൽ കിട്ടിയത്. അതേ സമയത്ത് ഈ വർഷം 47,000 കോടി രൂപയിൽ ചില്ലുവാനുമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇടിവ്? ഈ ഇടിവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില സാമ്പത്തിക വശങ്ങളുണ്ട്. അതിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു എന്ന് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വലിയ ഒരു മഹാ ഗെയിൻ ഉണ്ട്. ആ ഗെയിൻ എവിടെ നിന്നാണ്? അതായത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് കൊടുത്താണ് വാങ്ങുന്നത്. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ 60% കൊടുക്കുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് വേണ്ടിയായിരുന്നു. അതിൽ വലിയ ഇളവ് ഉണ്ടായിട്ടുണ്ട്. അതായത് അതിൽ വലിയ ലാഭം ഗവൺമെൻറ്റിന് വന്നിട്ടുണ്ട്. ലാഭം കൂടി, ചെലവ് കുറഞ്ഞു. അപ്പം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് ഈ വർഷത്തെ കണക്കനുസരിച്ചാണെങ്കിൽ എക്സ്പോർട്സും ഇമ്പോർട്ട്സും ഈ കഴിഞ്ഞ വർഷം കുറയുകയാണ് ഉണ്ടായത്. ഇമ്പോർട്ട്സിലേക്കാൾ വൻ കുറവ് അനുഭവപ്പെട്ടത് എക്സ്പോർട്സിലാണ്. അപ്പോൾ ആ എക്സ്പോർട്ട് വഴിയായിട്ട് കിട്ടാമായിരുന്ന ഫോറിൻ എക്സ്ചേഞ്ചിൽ ഉണ്ടായ കുറവ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച മൂലം നികത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ് നഷ്ടം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആ മേഖലയിൽ നിന്ന് ഗവൺമെൻറ്റിന് കഴിഞ്ഞ വർഷം കിട്ടിയ 1,70,000 കോടിയുടെ സ്ഥാനത്ത് 2015-16 47,000 കോടിയിലേക്ക് ഒതുങ്ങി എന്ന് പറയുമ്പോൾ അതിൽ അണ്ടർ റിക്കവറീസ് ഉണ്ടാകാം. താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? ശിവദാസൻ, ഹലോ, പറയൂ താങ്കളുടെ അഭിപ്രായം. ഹലോ, പറയൂ താങ്കളുടെ അഭിപ്രായം. ശിവദാസൻ ആ പ്രേക്ഷകനെ ഒഴിവാക്കുകയാണ്. ശ്രീ വി രാജേഷ്, ഏറ്റവും ലളിതമായ ചോദ്യം, ഇത്രമേൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും എന്തേ ഏറ്റവും ജനപ്രിയമായ ഒരു പരിപാടി പ്രഖ്യാപിക്കാത്തത്? ഇന്ധനവില നിങ്ങളുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു. നിരന്തരമായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്, കമ്പനികൾക്ക് നിർണയാവകാശം കൊടുത്തതൊക്കെ. ഇപ്പോൾ നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷമുള്ള ഏറ്റവും ഭാഗ്യ സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിലെ ഈ വിലക്കുറവാണ്. ജനങ്ങളെ ആകെ തന്നെ കയ്യിലെടുക്കാൻ കഴിയുന്ന നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്താം. അതിലേക്ക് എന്തേ പോകാൻ വൈമനസ്യം? നിഷാദ്, വില കൂടി എന്ന് പറയുന്ന പലരും തന്നെ അതിൻ്റെ മറുവശം ചിന്തിക്കുന്നില്ല. ഞാനിവിടെ ബഹുമാനപ്പെട്ട മേരി ജോർജ് മാഡം അവർ പറഞ്ഞ ഒരു റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം 1,70,000 കോടി രൂപ സർക്കാരിന് വരുമാനം കിട്ടിയ സ്ഥലത്ത് ഇപ്രാവശ്യം 47,000 കോടിയാണ് വരുമാനം കിട്ടിയിരുന്നത്. അതായത് ഈ 1,70,000 കോടി രൂപ വരുമാനം കിട്ടുമ്പോഴേക്കും ആവിഷ്കരിക്കുന്ന, സ്വപ്നം കാണുന്ന, നീക്കിവെക്കുന്ന വികസന പദ്ധതികളുണ്ട്, സാലറികളുടെ വർധനവുണ്ട്. അതൊക്കെ തന്നെ ഈ വർഷമാകുമ്പോഴേക്കും 47,000 കോടി കിട്ടുന്നതിൽ നിന്നാണ് മാനേജ് ചെയ്യേണ്ടത്. ഇനി പെട്രോളിൻ്റെ വില കുറഞ്ഞു, ക്രൂഡിൻ്റെ വില കുറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ശമ്പളം കുറച്ചേ തരികയുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ രാകേഷിൻ്റെ പാർട്ടി MP രാജേഷിൻ്റെ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച IIT അല്ലെങ്കിൽ അവിടുത്തെ വാഗൺ ഫാക്ടറി, ഇത് ക്രൂഡിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് നിർമ്മിക്കാൻ പറ്റിയില്ല എന്ന് ഒരു ജനാധിപത്യ സർക്കാരിന് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം അവിടെയുണ്ട്. മറ്റൊന്ന്, ക്രൂഡിൻ്റെ വില കുറഞ്ഞു എന്നുള്ളത് സമ്മതിക്കുമ്പോൾ തന്നെ രൂപയുടെ മൂല്യം കുറഞ്ഞ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. രാഷ്ട്രീയ പ്രതിയോഗികളാരും തന്നെ ആ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കുന്നില്ല. മാധ്യമപ്രവർത്തകർ അതിലേക്ക് വരണം. അപ്പോൾ നമുക്ക് കൂടുതൽ പണം ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് കൂടുതൽ രൂപ കൊടുക്കേണ്ടി വരും ക്രൂഡ് വാങ്ങാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു എക്കണോമിക്സ് കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇന്ന് അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് കാര്യത്തിൽ താങ്കൾക്ക് പ്രാധാന്യം നൽകാനുള്ള മറുപടി. അതാണ് തോമസ് എന്ന പ്രേക്ഷകൻ കോട്ടയത്ത്. തോമസ്, പറയൂ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് ഈ IS സ്പീക്കറൊക്കെ കഷ്ടമായി മോദി കാണിക്കുന്നത്. മോദിക്കെതിരാണ് താങ്കളുടെ നിലപാട്. കുറഞ്ഞിട്ടും പെട്രോളിന് വില കുറയ്ക്കാതെ ഇരിക്കുന്നത് ഭയങ്കര കഷ്ടമല്ല. ഓക്കെ, കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്നില്ല എന്നതാണ്. നന്ദി. രാകേഷ്, ഇക്കാര്യത്തിൽ BJP വിഭാഗം ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രതിരോധങ്ങളിലൊന്ന് ഇന്ധനവില കുറയുന്നു, വർഷാവർഷം അത് കുറഞ്ഞു വരുമ്പോഴും രാജ്യത്തെ ചിലവുകൾ കൂടിക്കൂടി വരുന്നു, അല്ലെങ്കിൽ കമ്പനികൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ അവരുടെ ചെലവിൽ കുറവ് വരുന്നില്ല,
അവരുടെ ഉദ്യോഗസ്ഥർ, അവരുടെ പ്രോസസ്സിംഗ് ഫീ, അതിലൊന്നും കുറവ് വരുന്നില്ല. ക്രൂഡ് ഓയിൽ വില മാത്രമേ കുറയുന്നുള്ളൂ. ഒരു പരിധിക്കപ്പുറത്തേക്ക് വില താഴ്ക്കുക എന്നത് ആകെ തന്നെ സാമ്പത്തിക അപകടാവസ്ഥ ഉണ്ടാക്കുമെന്നതാണ്. പിന്നെ രൂപയുടെ വിനിമയത്തിലുണ്ടായിട്ടുള്ള ഇടിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, നികുതിയിലുണ്ടായ പ്രത്യക്ഷ നികുതിയിലുണ്ടായ വരവിൻ്റെ വർധന അല്ലെങ്കിൽ ഓഹരി വിറ്റഴിക്കലിൽ ലക്ഷ്യം കാണാനാവാത്ത സാഹചര്യമുണ്ട്. റെയിൽവേ മേഖലയിൽ വേണ്ടത്ര നിക്ഷേപം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ആ നിലയിൽ സർക്കാരിൻ്റെ വികസന ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യമായ പണം മറ്റു മേഖലകളിൽ നിന്ന് കണ്ടെത്തുന്നതിലുണ്ടായിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം, അത് പരിഹരിക്കാൻ ഈ മാർഗമല്ലാതെ സർക്കാരിന് മുൻപിൽ മറ്റൊന്നില്ല. ഇവിടെ ഒന്നാമതായി പെട്രോളിയം മേഖലയിൽ നിന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൽ കുറവുണ്ടായി എന്ന വാദം യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ്, വസ്തുതാ വിരുദ്ധമാണത്. ഇവിടെ എവിടെ നിന്നാണ് ആ കണക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. 2014 ഏപ്രിൽ മാസത്തിൽ പെട്രോളിൻ്റെ മേലെ 1 ലിറ്റർ പെട്രോളിൻ്റെ മേലെ ഉണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി 9 രൂപ 48 പൈസയായിരുന്നു. അതിപ്പോൾ 19 രൂപ 6 പൈസയായി വർദ്ധിച്ചിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ എല്ലാ കേന്ദ്ര നികുതികളും വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിക്കുമ്പോൾ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെൻറ്റിന് വരുമാനത്തിൽ, പെട്രോളിയം മേഖലയിലുള്ള വരുമാനത്തിൽ കുറവുണ്ടാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് 1,72,200 കോടി രൂപയാണെങ്കിൽ ഇത്തവണ അത് 2 ലക്ഷം കോടി റുപ്യയിൽ മേലെ വരുമാനം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, കുറയുകയല്ല ചെയ്തത്. എവിടെ നിന്നാണ് ആ കണക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. 2 ലക്ഷം കോടിയിലേറെയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഇത്ര നേരത്തെ UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നതിനേക്കാൾ ഭീകരമായ കൊള്ളയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ പറയാൻ കാരണം, UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഡീസലിൻ്റെ സബ്സിഡി പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നില്ല. ആ ഘട്ടത്തിൽ സബ്സിഡി ബില്ലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് പെട്രോളിയം മേഖലയ്ക്ക് 84,000 കോടി രൂപയോളം സബ്സിഡി നൽകുന്നുണ്ടായിരുന്നു. വരുമാനമുണ്ട്. ഈ സബ്സിഡി ഇപ്പോഴില്ല. ആ സബ്സിഡി ഒഴിവാക്കിക്കൊണ്ട് തന്നെ 2 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഒന്നാമത്തത്, ഈ കഴിഞ്ഞ ബജറ്റിൽ അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റിൽ 7 ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് അനുവദിച്ചത്. 7 ലക്ഷം കോടി രൂപ. അതിൽ നിന്നൊരു ചെറിയ ശതമാനം തന്നെ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വരുത്തിയ വർധനവുണ്ടല്ലോ, ആ വർധനവൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ രാജ്യസഭയിൽ ഒരു ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, അഡീഷണൽ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ അരുൺ ജെയ്റ്റ്ലി. അതിൽ പറയുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സിന് വേണ്ടി മാത്രം 2,500 കോടി രൂപ അധികമായി വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയത്തിന് സാധാരണ ബജറ്റിൽ 3,000 കോടി രൂപയൊക്കെയാണ് സാധാരണ വകയിരുത്താറ്. ഇപ്പോൾ വകയിരുത്തിയ തുകയ്ക്ക് പുറമെ 2,500 കോടി രൂപ കൂടുതൽ വേണമെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം പ്രധാനമന്ത്രിയുടെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട്, വിമാനയാത്രയുടെ കഴിഞ്ഞ ദിവസത്തെ ബില്ല് തന്നെ അഡീഷണൽ ആയിട്ട് 260 കോടി രൂപ കൂടുതലായി വന്നിട്ടുണ്ട്. മേഡം പറഞ്ഞല്ലോ 1,40,00,000 എന്ന് പറഞ്ഞല്ലോ, അത് 12 മാസത്തേക്കാണോ? ഇപ്പൊ പറയുന്ന 40,000 എത്ര മാസത്തേക്കാണ്? വാട്ട് ഇസ് എ കമ്പാരിസൺ പീരീഡ്? അതാണ് എൻ്റെ ചോദ്യം. അക്കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തത വരുത്തണം. താങ്കൾ ഈ ചർച്ച കാണുന്നത് തുടരുക ശ്രീ ഗണപതി. ശ്രീമതി മേരി ജോർജ്, അക്കാര്യത്തിൽ പ്രേക്ഷകന്റെ സംശയത്തിന് താങ്കൾ മറുപടി പറയുമെന്ന് കരുതുകയാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ തവണ ഇവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ടതായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ. അങ്ങനെ അധികാരത്തിൽ വരുന്ന ഒരു സർക്കാർ ഇന്ധന വില വർധന കുറയ്ക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ജനപ്രിയ നടപടി എന്ന നിലയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ അവർക്ക് മതിയായ കാരണമുണ്ടാകുമല്ലോ. അതായത് ഇന്ധനവിലയിലെ നികുതിയുടെ എടുക്കൽ കുറച്ച് ജനപക്ഷ തീരുമാനം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായാൽ ആകെ തന്നെ സാമ്പത്തികാവസ്ഥയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്ന ഗൗരവതരമായ സാമ്പത്തിക സാഹചര്യം നമ്മുടെ മുൻപിലുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയുണ്ടോ? ശ്രീമതി മേരി ജോർജ്. ചോദ്യം എന്നോടാണ്? അയ്യോ സോറി. ആദ്യം തന്നെ ഞാൻ ഗണപതി ചോദിച്ചതിനും രാകേഷിനും, എനിക്ക് ഇത് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് ഞാൻ കൃത്യമായിട്ട് വായിക്കാം. കോൺട്രിബ്യൂഷൻ ടു എക്സ്ചക്കർ എന്ന് വെച്ചാൽ ഖജനാവിലേക്ക് നടത്തിയ കോൺട്രിബ്യൂഷൻ പെട്രോളിയം മേഖല, ടാക്സ്, ഡ്യൂട്ടീസ് ഓൺ ക്രൂഡ് ഓയിൽ, പെട്രോളിയം, ഇങ്ങനെയുള്ള എല്ലാ സെസ് ഓൺ ക്രൂഡ് ഓയിൽ 3,604 കോടി, റോയൽറ്റി ഓൺ ക്രൂഡ് ഓയിൽ 1,437 കോടി, കസ്റ്റംസ് ഡ്യൂട്ടി 1,894 കോടി,
എക്സൈസ് ഡ്യൂട്ടി 33,042 കോടി, സർവീസ് ടാക്സ് 422 കോടി, അതേഴ്സ് 76 കോടി, എല്ലാം കൂടി 40,476 കോടി. അതേ സമയത്ത് കഴിഞ്ഞ വർഷം 2014-15 1,70,72,066 കോടി. അത് ഞാൻ വകുപ്പ് തിരിച്ചെടുത്തിട്ടില്ല. ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതേ സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനുമുണ്ട് വരുമാനം. സംസ്ഥാന ഗവൺമെൻറ്റിന് 2014-15 കിട്ടിയ വരുമാനം 27,860 കോടിയായിരുന്നു. അതേ സമയത്ത് ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടിയത് അതിനേക്കാൾ കുറഞ്ഞ് 40,260 കോടിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റുകൾക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 40,260 കോടിയാണ്. അതേസമയത്ത് കഴിഞ്ഞ വർഷം അവർക്ക് എല്ലാം കൂടി കിട്ടിയിരുന്നത് 2,78,660 കോടിയായിരുന്നു സംസ്ഥാനങ്ങൾക്ക് കിട്ടി. ഇത് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടിയ കണക്കാണ്. ഇതിൽ മായം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. NIC.in വഴിയായിട്ടാണ് പെട്രോളിയം മന്ത്രാലയത്തിൽ ഞാൻ കയറി പറ്റുന്നത്. അങ്ങനെ അവിടുന്ന് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിലെ നിജസ്ഥിതി ഞാനും വണ്ടറടിച്ചു. എങ്ങനെയാണ് ഇത്രയധികം കുറവ് വരുമാനത്തിൽ വരിക? അപ്പോൾ അതിന്റെ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഇന്ധനവില കുറയുന്നതനുസരിച്ചിട്ട് അത് ഗവൺമെന്റിന്റെ ബജറ്റ് കമ്മി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് അതിനെ അവലംബിക്കരുത്. ഈ ഇന്ധനവില കുറയുന്നതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ് സാധാരണക്കാർക്ക് കിട്ടണം. നിത്യോപയോഗ വസ്തുക്കളുടെ വില ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനവില കുറയുമ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ടും ഒരു മാർഗം അവലംബിക്കേണ്ടതാണ് ഗവൺമെന്റ്. അതാണ് അക്കാര്യത്തിലുള്ള അഭിപ്രായം. നന്ദി. VV രാജേഷ്, ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്ര വലിയ വിലക്കുറവുണ്ടായിട്ടും നമ്മുടെ എണ്ണവിലയിൽ കുറവുണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് വ്യക്തതയുള്ള ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാർ ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ. സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പദ്ധതികൾക്കും ഉപയോഗിക്കാം ആ പണമെന്നല്ലാതെ അങ്ങനെ തന്നെ വില നിലനിർത്തേണ്ട അടിയന്തര സാഹചര്യം നമുക്ക് മുൻപിൽ എന്താണ് എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നില്ല. പിന്നെ 200 കോടി രൂപയോളം പ്രതിദിനം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരികയാണ് ഡീസൽ വിലയിലെ വർധനവ് മൂലം ഓരോ ദിവസവും. അത് പരിഗണിക്കുമ്പോൾ ഡീസൽ വിലയിലെ വർധനവ് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് കൂടി സർക്കാർ മനസ്സിലാക്കണം. വിലപ്പെരുപ്പം എന്നത് അവശ്യ സാധനങ്ങൾക്ക് 4 രൂപ മുതൽ 10 രൂപ വരെ കിലോയിൽ വർധനമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഡീസൽ വിലയിലെങ്കിലും വരുത്താൻ കഴിയുന്ന കുറവ് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ സാമ്പത്തികാവസ്ഥയിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണെന്നിരിക്കെ അതിലേക്കൊന്നും ശ്രദ്ധയൂന്നാതെ സർക്കാർ ഈ വാശിയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ എനിക്ക് സമയം തരണം. കാരണം രാകേഷൊക്കെ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. ഞാൻ 1-2 പോയിന്റ് പറയുമ്പോഴേക്കും താങ്കൾ മാറ്റുകയാണ്. മാത്രമല്ല ഈ ചർച്ചയിൽ എനിക്ക് അവസാനമായി സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 16 തവണ പെട്രോളിൻ്റെ വില കുറച്ചു, 20 തവണ ഡീസലിൻ്റെ വില കുറച്ചു. സംസ്ഥാന സർക്കാരുകൾ, രാകേഷിൻ്റെ പാർട്ടി ഭരിക്കുന്ന ത്രിപുരയിൽ ഇതിനനുസരിച്ച് സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ടോ? അവിടെ ബസ് ചാർജ് വർധന കുറച്ചിട്ടുണ്ടോ? സർക്കാർ ഇത്രയും പ്രാവശ്യം വില കുറച്ചപ്പോഴും ഒരൊറ്റ സംസ്ഥാന സർക്കാരുകളും BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾ അതിന് തയ്യാറായിട്ട് ബാക്കി ഒരൊറ്റ കേരളത്തിൽ കുറച്ചിട്ടുണ്ടോ? കുറച്ചിട്ടില്ല. അതുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കാത്തത്. പോയിന്റ് നമ്പർ 1. മറ്റൊന്ന്, രാകേഷ് ഈ ഗവൺമെന്റിനെ കമ്പയർ ചെയ്യുന്നത് UPA ഗവൺമെന്റുമായിട്ടാണ്. ഞങ്ങൾക്കറിയാം, നിങ്ങൾ കമ്പയർ ചെയ്തോളൂ. നിങ്ങൾ അടുത്ത പ്രാവശ്യം UPA ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് UPA ഗവൺമെന്റാണ് ഇതിനേക്കാൾ ബെറ്റർ എന്ന് റിപ്പോർട്ടർ ചാനലിൽ ചർച്ച കേൾക്കുന്നവരെയൊക്കെ രാജേഷ് പറഞ്ഞ് പഠിപ്പിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ അതിനെ പിന്താങ്ങിക്കോളൂ. മറ്റൊന്ന്, ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണുന്നില്ല. UPA ഗവൺമെന്റ് ഇതൊക്കെ കുടുംബത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ ഉൾപ്പെടെയുള്ളവർ സ്വന്തം കുടുംബത്തിലേക്കാണ് കൊണ്ടുപോയത്. ഒരാരോപണവും ഞങ്ങളെക്കുറിച്ചില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, നരേന്ദ്രമോദി വിമാനയാത്ര, എൻ്റെ രാകേഷേ, യാഥാർത്ഥ്യ ബോധമുള്ളവർ കേൾക്ക്, അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറയാം. നരേന്ദ്രമോദി വിമാനത്തിൽ പോയതുകൊണ്ടാണ് ഇത്രയും ഇവിടെ ഈ പറയുന്ന കമ്പനികൾക്ക് നഷ്ടം വന്നത്. വേറൊന്ന്, ഇവിടെ നേരത്തെ ചോദിച്ചു 47,000 കോടിയല്ലേ വന്നുള്ളതെന്ന്. അത് ഞാൻ മനസ്സിലാക്കുന്നത് മാഡം എടുത്തിട്ടുള്ള കണക്ക് ഡിസംബർ വരെയുള്ളതാണ്. ഇനിയും ഈ സാമ്പത്തിക വർഷം 4 മാസമുണ്ട്. ആ 4 മാസം കൂടി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു 1/3 കൂടി വരും. മറ്റൊന്ന്, എങ്ങനെയാണ് കമ്പനികൾക്ക് ഈ പണം കുറവ് വന്നതെന്ന് ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു. വർഷങ്ങളായുള്ള അശാസ്ത്രീയമായ മാനേജ്മെന്റിലൂടെ നമ്മുടെ പെട്രോളിയം കമ്പനികളൊക്കെ തന്നെ ധൂർത്ത്, അഴിമതി, അമിതമായ ശമ്പളം, ഉദ്യോഗസ്ഥരുടെ ലക്ഷറി ടൂറ്, കുടുംബയാത്ര, ഇതിലൊക്കെ കൂടി
ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടത്തിലാണ് പെട്രോളിയം കമ്പനികൾ ഓടുന്നത്. തിരുത്തൽ വേണം. തിരുത്തൽ ഈ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് പ്രമോദ് മഹാജന്റെ ഓഫീസിൽ നിന്നും രേഖകൾ കടത്തിയ റിലയൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ജയിലിലടയ്ക്കാനും ഈ ഗവൺമെന്റിന് സാധിച്ചത്. പെട്രോളിയം കമ്പനിയുടെ അണ്ടർ റിക്കവറി, അവരുടെ കടം നികത്താൻ വേണ്ടി കുറെ പണം ഗവൺമെന്റിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഷോർട്ടേജ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അധികമായി കിട്ടുന്ന പണം ഈ രാജ്യത്തിലെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. താങ്കൾക്ക് മതിയായ സമയം കിട്ടി ഞാൻ കരുതുകയും ചെയ്യുകയാണ്. ഗിരി എന്ന പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന്. ഗിരി പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ, പറയൂ. സാറേ, മോദി അധികാരത്തിൽ 13 മാസമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് 15 പ്രാവശ്യം പെട്രോൾ ടാക്സ് കുറച്ചു. അത് ചർച്ചയ്ക്ക് വന്നില്ലല്ലോ. അതുപോലെ തന്നെ കേരളത്തില് ഇത്രയും പ്രാവശ്യം ബസ് കിലോമീറ്ററിന് പെട്രോളിന്റെ ചാർജ് കുറച്ചിട്ട് പോലും ബസ് ചാർജ് എന്തുകൊണ്ട് കുറച്ചില്ല? അതിനെപ്പറ്റി എന്ത് ചർച്ച ചെയ്തില്ല? അതാണ്, അക്കാര്യം കൂടി ചർച്ച ചെയ്യണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. കെ രാഗേഷ്, വില കുറയ്ക്കുന്നില്ല, ക്രൂഡ് ഓയിൽ വില കുറയുന്നുണ്ട്, എന്നാൽ രാജ്യത്ത് വില കുറയ്ക്കുന്നില്ല എന്ന സത്യം രാജേഷ് അംഗീകരിക്കുകയാണ്, BJP-ക്കാർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന വികസനം നിങ്ങൾ കാണുന്നില്ല എന്നാണ്. അതിൽ നേരത്തെ പറഞ്ഞ ഒരു കണക്കുണ്ടല്ലോ, ഞാനത് വീണ്ടും പറഞ്ഞു ഇവിടെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. 2013-14 കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് രേഖകൾ എടുത്തു നോക്കിയാൽ അറിയാം. 2013-14 വർഷം 1,52,900 രൂപയായിരുന്നു പെട്രോളിയം മേഖലയിൽ നിന്നുണ്ടായിരുന്നത്. അത് പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ 2014-15 1,72,000 ചില്ലറ കോടി രൂപയാണ് ലഭിച്ചത്. ഇപ്പോൾ 2 ലക്ഷത്തിലേറെ കോടി രൂപ കവിയും എന്നുള്ളതാണ് കണക്ക്. അതിൽ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, അതാണ് വസ്തുത. അത് കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് രേഖകളിൽ ഉള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് വികസന പ്രവർത്തനം ചില സാങ്കേതിക പ്രശ്നങ്ങൾ. ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. സമയപരിമിതിയുണ്ട്. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ രാജേഷ്, മേരി ജോർജ്, ഒപ്പം BV രാജേഷ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വേണ്ടത്ര സമയം ലഭിച്ചിട്ടില്ല എന്ന് കരുതുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ധന വില വർധനയിൽ കേന്ദ്ര സർക്കാരിൻ്റെത് കള്ളക്കളിയോ എന്നതായിരുന്നു ബിഗ് സ്റ്റോറിൽ ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ 87.85% ആളുകൾ കേന്ദ്ര തീരുമാനം തൃപ്തികരമല്ല എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 12.15% ആളുകൾ വികസനത്തിന് വേണ്ടിയാണ് ഇന്ധനവില കുറയ്ക്കാത്തത് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ബിഗ് സ്റ്റോറിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, വോട്ടെടുപ്പിൽ പങ്കെടുത്തവർക്കും ഒപ്പം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ബിഗ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.